ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. നമ്മളിന്ന് സിറിയൻ നാടകവേദിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഇതിഹാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാക്ഷാൽ സാദ് അൽ വനൂസ്. നിങ്ങൾ UGC നെറ്റ് പരീക്ഷയ്ക്ക് അറബിക്കിൽ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ പേര് എന്തായാലും മറക്കാൻ പാടില്ല. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാഷ്ട്രീയ സംഭവം, ഒരു രാജ്യത്തിന്റെ തലവിധി മാറ്റിയ ഒരു നിമിഷം, അതെങ്ങനെയാണ് ഒരു എഴുത്തുകാരന്, ഒരു നാടകകൃത്തിന് ജന്മം നൽകുന്നത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വനൂസിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോ ആരായിരുന്നു ഈ സാദ് അൽ വനൂസ്? ആധുനിക സിറിയൻ നാടകവേദിയുടെ ശില്പി എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. സിറിയയിലെ ഹിസീൻ അൽ ബഹർ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ്. അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1941 ആ തീരദേശ ഗ്രാമത്തിൽ ജനനം. ഏകദേശം 12 വയസ്സുള്ളപ്പോൾ തന്റെ ആദ്യത്തെ പുസ്തകം കയ്യിലെത്തുന്നു. ഒടുവിൽ 1959 അറബ് ലോകത്തിന്റെ സാംസ്കാരിക ഹൃദയമായ കൈറോയിലേക്കൊരു യാത്ര. ഈ 3 കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന്റെ ചിന്തകളെ രൂപപ്പെടുത്തിയത് ആരൊക്കെയാണെന്ന് നോക്കൂ. അറബി സാഹിത്യത്തിലെ അധികായന്മാർ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, താഹ ഹുസൈൻ, നജീബ് മഹ്ഫൂസ്, ഇവരുടെയൊക്കെ കൃതികൾ അദ്ദേഹം ശരിക്കും ആർത്തിയോടെയാണ് വായിച്ചത്. എന്തിന്? അദ്ദേഹത്തിന് ആദ്യമായി കിട്ടിയ പുസ്തകം തന്നെ ജിബ്രാന്റെ ദമ വ ഇബ്തിസാമ ആയിരുന്നു. അതിൽ നിന്ന് തന്നെ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ അഭിരുചി. ഇനി നമ്മൾ എത്തുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിലേക്കാണ്. കൈറോയിലെ ആ കാലം. ഒരു പുസ്തകപ്പുഴുവിൽ നിന്ന് അറബ് ലോകത്തെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചത് കൈറോ നഗരമാണ്. കെയ്റോ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം പഠിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അദ്ദേഹത്തെ വ്യക്തിപരമായി പിടിച്ചുലച്ച ആ സംഭവം, അതായത് ഈജിപ്തും സിറിയയും തമ്മിലുണ്ടായ രാഷ്ട്രീയപരമായ ആ വേർപിരിയൽ. വർഷം 1961. അറബ് ലോകത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ നടന്നൊരു കാലഘട്ടമായിരുന്നു അത്. ഈ സംഭവം വന്നൂസിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു വാർത്തയായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൊണ്ടൊരു വലിയ മുറിവായിരുന്നു. ആ ആഘാതം എത്രത്തോളം വലുതായിരുന്നു എന്നറിയാമോ? ചരിത്രരേഖകൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വലിയ വ്യക്തിപരമായ ആഘാതം എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്ത ഒരു സംഭവം. ആ ആഘാതത്തിൽ നിന്നാണ്, ആ ഒരു വേദനയിൽ നിന്നാണ് അദ്ദേഹം തന്റെ ആദ്യത്തെ നാടകം എഴുതുന്നത്, അൽ ഹയാത്ത് അബദൻ, അതായത് ജീവിതം എന്നേക്കും. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിത്തുടങ്ങിയില്ലേ? എങ്ങനെ ഒരു രാഷ്ട്രീയ സംഭവം ഒരു നാടകകൃത്തിനെ സൃഷ്ടിച്ചുവെന്ന്. ആ ഒരു എഴുത്തിലൂടെ സ്വന്തം ശബ്ദം കണ്ടെത്തിയ വന്നൂസ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പതിറ്റാണ്ടുകളോളം അറബ് നാടകവേദിയെ നിർവചിച്ച് ഇന്നും ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് കൃതികൾ അദ്ദേഹത്തിന്റെ പേനയിൽ നിന്ന് പിറന്നു. 1960കളിൽ അദ്ദേഹം നാടകരംഗത്ത് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ വളരെ ധീരമായിരുന്നു. ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ. പരീക്ഷയ്ക്ക് അറബിയിൽ തന്നെ ഓർത്തുവെക്കുന്നത് വളരെ നന്നായിരിക്കും. 1970കളായപ്പോഴേക്കും അദ്ദേഹം തന്റെ സ്ഥാനം ശരിക്കും ഉറപ്പിച്ചു. അൽ മലിക് ഹുവ അൽ മലിക് പോലെയുള്ള നാടകങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ തലക്കെട്ടുകളും അവയുടെ വർഷങ്ങളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലും ആ സർഗാത്മകതയുടെ തീ അണഞ്ഞിരുന്നില്ല. 1990കളിലും അദ്ദേഹം അറബ് ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരുപാട് ശക്തമായ നാടകങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. അപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്കും അദ്ദേഹം ലോകത്തിനു വേണ്ടി ബാക്കിവെച്ചുപോയ ആ വലിയ പൈതൃകത്തെക്കുറിച്ചും ഒന്ന് സംസാരിക്കാം. 1997 സയദ് അൽ വന്നൂസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളും ചിന്തകളും നാടകങ്ങളുമൊക്കെ അറബ് നാടകവേദിയിൽ ഇന്നും ജീവിക്കുന്നു. അത് തീർച്ചയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ഈ ലോകത്ത് രാഷ്ട്രീയത്തെക്കുറിച്ചും
സമൂഹത്തെക്കുറിച്ചും ഒരു ബോധമുണ്ടാക്കിയെടുക്കുന്നതിൽ നാടകത്തിന് എന്തു പങ്കാണ് വഹിക്കാൻ കഴിയുക? വന്നൂസിന്റെ ജീവിതം തന്നെ ഒരുപക്ഷെ അതിനൊരു ഉത്തരമാണ്, ഒരു പ്രചോദനമാണ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.